ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മാരീഡായിട്ട് ആ റിലേഷൻഷിപ്പ് തകർന്നു പോയി, അതിനുശേഷം സെക്കൻഡ് മാരേജ് എന്നൊരു ഓപ്ഷനെ കുറിച്ചിട്ട് ചിന്തിച്ച് നല്ലൊരു വ്യക്തിക്ക്, അതായത് പുതിയൊരു മാരേജ് പ്രപ്പോസൽസും കാര്യങ്ങളും നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് കേട്ടോ ഇത്. അപ്പോൾ പറയുന്ന പോലെ ജനറൽ റീഡിംഗ് ആണ്. നല്ല രീതിക്ക് ബ്രീത്ത് എടുത്തതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അതേപോലെ അഫേം ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് അഫേം ചെയ്യുക. ആക്ച്വലി ഈ ടൈമിൽ ഞാൻ വളരെ പെട്ടെന്ന് എനിക്ക് ഒരു ക്വസ്റ്റ്യൻ എൻ്റെ ഉള്ളിലോട്ട് വന്നത് ഞാൻ ചെയ്യുകയാണ്. സോ മോസ്റ്റ്ലി നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഇത് റെസൊണേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അഫേം ചെയ്യാണ് വേണ്ടത്, പോസിറ്റീവായിട്ട് റീഡിങ് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് വന്നിരിക്കുന്ന കാർഡ്സ് നമ്മൾ 5 കാർഡ്സ് എടുത്തിട്ടുണ്ട്. അതിൽ ഓവറോൾ വൈബ്രേഷൻ, നമ്മൾ സെക്കൻഡ് മാരേജ് പോസിബിൾ ആണോ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ആദ്യം തന്നെ വരുന്നത് മെസ്സേജസ് ആണ്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ചെയ്യേണ്ടതായിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് തിങ് തന്നെ ഹീൽ ചെയ്യാനാണ് പറയുന്നത്. നമ്മുടെ ലൈഫിൽ ഒരു ഇവൻറ്റ്, ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് നമുക്ക് എപ്പോഴും അതിൽ നിന്ന് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലൈഫിൽ ഓരോ ഇൻസിഡൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ സെക്കൻഡ് മാരേജ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷനെ കുറിച്ച് ചിന്തിക്കുമ്പോഴേക്കും ഫസ്റ്റ് മാരേജ് എന്തുകൊണ്ട് വർക്കൗട്ട് ആയില്ല എന്നൊരു തോട്ട് നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക തന്നെ വേണം. ആ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് ഒരുപാട് പെയിൻഫുള്ളായിട്ടുള്ള കാര്യമാണ്, എനിക്ക് എനർജിയാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹേർട്ടായിട്ടുണ്ട് നിങ്ങൾ ഫസ്റ്റ് മാരേജിൽ നിന്ന്. മേ ബി ആ പേഴ്സൺ ഒരുപാട് നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടായിരിക്കാം. വോക്കലി ആയിരിക്കാം, അല്ലെങ്കിൽ ഫിസിക്കലായിരിക്കാം, ആളുടെ പാരൻസ് അല്ലെങ്കിൽ അങ്ങനെ പല ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് നിങ്ങൾ നല്ല രീതിക്ക് ഹേർട്ടായിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഇവരെല്ലാവരും എനർജി കൊണ്ട് നിങ്ങൾ വല്ലാണ്ട് ഡൗൺ ആയി ഒരു രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെയാണ് ആ റിലേഷൻഷിപ്പ് വേണ്ടെന്ന് നിങ്ങൾ വെച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ സഹിക്കാവുന്നതിൻ്റെ മാക്സിമം സഹിച്ചിട്ടുണ്ട്. അതിന് ശേഷം മാരേജ് ഡിവോഴ്സ് ആയതിനു ശേഷം നിങ്ങൾ ഒരുപാട് ഒറ്റപ്പെടലുകളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി സംസാരിക്കാൻ കൂട്ടിന് ഒരാളുണ്ടായിട്ടില്ല. കൂടെ നിന്നവരൊക്കെ നിങ്ങളെ തനിച്ചാക്കി, അല്ലെങ്കിൽ കൂടെ ഉണ്ടെന്ന് പറയും. അവരിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് അവരിൽ നിന്ന് ഒരുപാട് എന്താ പറയുക നെഗറ്റീവ്സ് അവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും സ്ട്രഗിൾ നിങ്ങൾ ആ ലൈഫിൽ കണ്ടിട്ട് നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ആൻഡ് ഇപ്പോഴും നിങ്ങളോട് കാർഡ്സ് പറയണത് ഹീലാവൂ എന്നാണ്. ഹീൽ ചെയ്യാൻ തന്നെയാണ് പറയുന്നത്. മൂഡ് കാർഡിൻ്റെ പ്രസൻസ് മെയിനായിട്ട് പറയുന്നത് ഹീലായി തന്നെ ഇരിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോഴും ഓക്കെ നിങ്ങൾ ഒരുപാട് എന്താ പറയുക എല്ലാം മറന്നു, കാര്യങ്ങളിൽ നിന്ന് റിക്കവർ ആയിട്ടുണ്ട്, എനിക്കിനി പുതിയ ലൈഫാണ് വേണ്ടത്, പുതിയ പേഴ്സണാണ് വേണ്ടത് എന്ന് പറഞ്ഞ് നിൽക്കല്ല വേണ്ടത്. നിങ്ങൾക്ക് ഇനിയും ഹീലാവാനുണ്ട്. അതിന് മെജിഷ്യൻ കാർഡ്, അതായത് നിങ്ങൾ തന്നെ ഒരു മെജിഷ്യനായിട്ട് ആക്ട് ചെയ്യാനാണ് പറയുന്നത്. അതായത് മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ, അഫർമേഷൻ, ഹീലിംഗ് ടെക്നിക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഹീലിംഗ് എന്ന് പറയാൻ പലരും ചോദിക്കുന്നുണ്ട്, എന്ത് ഹീലിംഗ് ആണ് ലവ് ഹീലിങ്ങിന് യൂസ് ചെയ്യേണ്ടതെന്ന്. ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. പക്ഷേ പറയുകയാണെങ്കിൽ റീക്കി ഹീലിംഗ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹീലിംഗ് മെത്തേഡ്സ്. സോ അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ബെറ്റർ ആയിട്ടായിരിക്കും ലൈഫിൽ വരാം. അപ്പോൾ അതാണ് മെയിനായിട്ട് വരേണ്ടത്. അതേപോലെ സെൽഫ് ലവ്,
സെൽഫ് ലവ്, അതേപോലെ സെൽഫ് ഹീലിംഗ്, അതുതന്നെയാണ് പിന്നെയും പിന്നെയും കാർഡ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് മാരേജിനെ കുറിച്ചിട്ടുള്ള ആങ്സൈറ്റിയും കാര്യങ്ങളും വേണ്ട. നിങ്ങളുടെ ലൈഫിലോട്ട് ഹീലാവുന്ന സമയത്ത് നല്ലൊരു പേഴ്സൺ തന്നെ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. ഓക്കെ. ആൻഡ് കറൻ്റ്ലി ചിലരുടെ വൈബ്രേഷൻ ഇപ്പോഴും ചില പേഴ്സൺസിന് കൊണ്ട് നടക്കുന്നുണ്ട്. അതായത് മാരേജ് കഴിഞ്ഞതിന് ശേഷം പലരും ഇത് ജെന്യുവൻ റിലേഷൻ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് പല റിലേഷനിലും ചെന്ന് ചാടിയിട്ടുണ്ട്. ബട്ട് അതെല്ലാം ടെമ്പററി കണക്ഷൻ ആയിട്ടാണ് കാണുന്നത്. ഒരു നെഗറ്റീവ് ഷെയ്ഡ്സുള്ള പീപ്പിളുടെ കൂടെയാണ് പോകുന്നതായിട്ട് കാണുന്നത്. കാരണം നിങ്ങളുടെ പേഴ്സൺ വരാനിരിക്കുന്നുള്ളൂ നിങ്ങളുടെ ലൈഫിലേക്ക്. നിങ്ങൾ ഹീലായി കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. സോ മോസ്റ്റ്ലി ഒരു 1 ഇയറിൻ്റെ ടൈം ഡിലേ ആണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഹീൽ ചെയ്യുകയാണ് എങ്കിൽ ഉടനെ തന്നെ നല്ലൊരു രീതിക്ക് നല്ലൊരു പേഴ്സൺ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നതായിട്ടാണ് കാണുന്നത്. സോ അഫർമേഷൻ ചെയ്യുക, അതേപോലെ ഹീൽ ചെയ്യുക സെൽഫ്. ഓക്കെ. സോ എടുത്ത് ചാടി തീരുമാനം എടുക്കാതിരിക്കുക. അതിനാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. സോ നല്ലൊരു പേഴ്സൺ തന്നെ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. മാരേജ് പോസിബിൾ ആണ്. ഓക്കെ.